السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله وأهل بيته وصحبه أجمعين. ഏറ്റവും ബഹുമാനികളായ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമായി 10 ദിവസം പിന്നിടുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യവും ആ കാരുണ്യത്തിലൂടെ പാപികളായ മനുഷ്യർക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നേടിയെടുക്കാനുള്ള അതിമഹത്തായ വലിയ അവസരവും ഈ രണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പരലോകത്ത് പാരത്രിക വിശ്വാസമുള്ള ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആഗ്രഹം നരകത്തിൽ നിന്നുള്ള മുക്തിയും സ്വർഗ ലബ്ധിയുമാണ്. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധമായ മാസമാണ് വിശുദ്ധമായ റമളാൻ. അതിൻ്റെ ആദ്യ 10 അഥവാ കാരുണ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ വിശാലമായ കൃപയുടെ 10 ഇന്ന് വിട പറയുകയാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഭൂമി ലോകത്തെ കോടാനകോടി സൃഷ്ടികളിലെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി വിഭാഗമായ മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ സഹോദരങ്ങളോടും ഇതര മനുഷ്യരോടും പെരുമാറേണ്ടതെന്നും സഹജീവികളോട് സഹസൃഷ്ടികളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്നും മാനവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ജീവിതാനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് വ്രതമെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം മനുഷ്യന് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. പ്രപഞ്ചസൃഷ്ടാവായ നാഥൻ്റെ കൃപയില്ലാതെ, കാരുണ്യമില്ലാതെ ഈ ലോകത്ത് ഏത് തലത്തിലുള്ള ശക്തി പ്രാപിച്ചാലും മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് അകത്തേക്കെടുത്ത ശ്വാസം അവൻ്റെ ശ്വസനനാളത്തിലൂടെ പുറത്തേക്ക് വിടാൻ സാധ്യമാവുകയുള്ളൂ. അത്രയും സങ്കീർണമായ ജീവിതം ഈ ലോകത്ത് നയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണം. ആ കാരുണ്യം ലഭിക്കേണ്ടത്, അത് നേടിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ മനുഷ്യനെ ഇന്നത്തേക്ക് പഠിപ്പിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് 20 ദിവസത്തെ വ്രതാനുഷ്ഠാനം ഒരു മനുഷ്യൻ നടത്തുമ്പോൾ അവനൊരു സമ്പൂർണനായ സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപം രുചിച്ച മനുഷ്യനായി മാറുകയാണ്. അവന് കൃപയുണ്ടായിരിക്കണം. അവൻ്റെ സഹോദരങ്ങളോട്, സഹമനുഷ്യരോട്, കുടുംബത്തോട്, അയൽവാസിയോട്, മറ്റുള്ള അവൻ ഇടപെടുന്ന ഏതെല്ലാം മേഖലകളിൽ അവനെപ്പോലെ മജ്ജയും മാംസവും ബുദ്ധിയുമുള്ള മനുഷ്യരുണ്ടോ അവരോടെല്ലാം അവന് സ്നേഹമുണ്ടായിരിക്കണം എന്നതാണ് ഈ വിശുദ്ധമായ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രായോഗിക തലം എന്ന് പറയുന്നത്. അതേപോലെ അവൻ്റെ സഹജീവികളോടും അവന് സ്നേഹമുണ്ടായിരിക്കണം. അതിന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ രീതിയാണ് അവന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പിൻ്റെ പ്രയാസം എന്താണെന്ന് അറിയിക്കുകയും ആ അനുഭവത്തിലൂടെ മറ്റുള്ളവരോടുള്ള സ്നേഹം അവൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയും പ്രായോഗിക തലത്തിൽ സ്നേഹത്തെ അവനിൽ പ്രതിഫലിപ്പിക്കുകയുമാണ് നോമ്പിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ. വ്രതം അനുഷ്ഠിക്കേണ്ടതിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആവശ്യകത അവനൊരു യഥാർത്ഥ ഭക്തിയുള്ളവനായിരിക്കണം, അവനൊരു തിരിച്ചറിവ് ഉള്ളവനാവാൻ വേണ്ടിയാണ് ഈ വ്രതം പ്രഭാതം മുതൽ പ്രദോഷം വരെ മനുഷ്യൻ അനുഷ്ഠിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. മറ്റുള്ളവരോട് സ്നേഹം ചെയ്യൂ. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, കൃപ ചെയ്യുക, എങ്കിൽ ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യും. ഇവിടെ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക എന്നൊരു ഡിമാൻഡ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മുന്നിൽ വെക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ ലോകത്തിൻ്റെയും ആകാശത്തിൻ്റെയും അധിപനായ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം. ഭൂമിയിലുള്ളവർ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഉള്ള എല്ലാ വസ്തുക്കളോടും, ഇത് മനുഷ്യനാവട്ടെ, ഇതര ജീവികളാവട്ടെ, സഹസൃഷ്ടികളാവട്ടെ, എത്രത്തോളം മനുഷ്യൻ അവൻ്റെ താല്പര്യങ്ങൾക്ക്, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളോടും അവൻ കരുണ ചെയ്യുന്നവനായിരിക്കണം. അപ്പോൾ അവൻ ആവശ്യമില്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവും നശിപ്പിക്കാൻ പാടില്ല. അത് സ്നേഹത്തിനെതിരാണ്. ഭൂമിയിലുള്ള വസ്തുക്കളോട് കരുണ ചെയ്യുന്നതിന് എതിരാണ്. എല്ലാം അവന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്കിലും അത് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടി, അതുപോലെയുള്ള ദുർമോഹങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഭൂമിയിലുള്ള ഒരു വിഭവങ്ങളെയും. അങ്ങനെ ദുരുപയോഗം ചെയ്യാതെ ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യവും അവന് ലഭിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ പത്താണ്, അഥവാ മഗ്ഫിറത്തിൻ്റെ പത്താണ്. ഔസത്തുഹു മഗ്ഫിറ, അതിൻ്റെ മധ്യഭാഗത്തുള്ള 10 ദിവസങ്ങൾ പാപമോചനത്തിൻ്റെ പത്താണെന്ന് ആദരവായ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന റഹ്മത്തും അള്ളാഹുവിൻ്റെ പാപമോചനമാകുന്ന മഗ്ഫിറത്തും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. ഒരു മനുഷ്യൻ റമദാനിൻ്റെ ആദ്യ 10 ദിനങ്ങളിൽ അള്ളാഹുവിന് അനുസരിച്ചുകൊണ്ട്, വഴിപ്പെട്ടുകൊണ്ട് ആരാധനകളിൽ മുഴുകുമ്പോൾ അവന് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകുന്ന സമ്മാനമാണ്. അവൻ അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകൾ ചെയ്തിട്ടുണ്ടാവും. അവന് പ്രായപൂർത്തിയായത് മുതൽ, തിരിച്ചറിവ് ലഭിച്ചത് മുതൽ അവൻ അള്ളാഹുവിനോട് ചെയ്യുന്ന അരുതായ്മകളെല്ലാം പാപങ്ങളാണ്. അത് ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും, ആശീർവാദങ്ങളെയും അനുഗ്രഹങ്ങളെയും ഏറ്റുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട്, എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന് മാത്രം വഴിപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുമ്പോൾ അത് അള്ളാഹു പുറത്തു തരിക എന്നതാണ് ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. യഥാർത്ഥത്തിൽ അള്ളാഹുവാകുന്ന പ്രപഞ്ച സൃഷ്ടാവിന് ഒരിക്കലും മനുഷ്യന് പുറത്തു കൊടുക്കൽ നിർബന്ധമാണ്, കടമയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാണ്. അതിലെ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി വിഭാഗം മാത്രമാണ് മനുഷ്യൻ. ഒരിക്കലും മനുഷ്യനോട് അല്ലെങ്കിൽ സൃഷ്ടികളോട് കടമപ്പെട്ട് കിടക്കുന്നവനല്ല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു. എന്നിട്ടും ഈ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുക എന്നത് അള്ളാഹു നൽകുന്ന മനുഷ്യനോട് നൽകുന്ന ഏറ്റവും വലിയൊരു റഹ്മത്താണ്, കാരുണ്യമാണ്. അപ്പോൾ ഈ 10 ദിവസങ്ങൾ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ആത്മചൈതന്യത്തിലൂടെ, റബ്ബിലേക്ക് അടുക്കുന്ന സാമീപ്യത്തിലൂടെ ആ മനുഷ്യന് ലഭിക്കുന്നത് ഈ രണ്ടാമത്തെ 10 അഥവാ മധ്യത്തിലെ 10 അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനമാണ്. അഥവാ ഈ ലോകത്ത് അവരിൽ നിന്ന് വരുന്ന അരുതായ്മകളെ പാരത്രിക ലോകത്തെ തിന്മയുടെ രേഖകളിലേക്ക് മാറ്റിവെക്കാതെ, അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട തിന്മകളെ ഡിലീറ്റ് ചെയ്തുകൊണ്ട്, എറേസ് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സമ്പൂർണ്ണ പാപത്തിൽ നിന്നുള്ള വിമുക്തി നൽകുന്ന 10 രണ്ടാമത്തെ 10 എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വിശപ്പറിയുക, ഒരാളുടെ വിശപ്പറിയുക, ആ വിശപ്പ് സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അറിയുമ്പോൾ തൻ്റെ സഹോദരൻ ഇതേപോലെ ആയിരിക്കും വിശന്നാൽ അനുഭവിക്കുന്നുണ്ടാകുന്ന കഷ്ടപ്പാടുകളെന്ന് തിരിച്ചറിയുക. അത് പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കലായി അവനെ പഠിപ്പിക്കുക. പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ അനുഭവം, ഏറ്റവും വലിയ ഗുരു സ്വന്തം അനുഭവങ്ങളാണ്. ആ അനുഭവത്തിലൂടെ ഒരു മനുഷ്യൻ്റെ വിശപ്പും ദാഹവും ഒരു മനുഷ്യൻ അറിയുമ്പോൾ മറ്റുള്ളവർ ദാഹിച്ചവശനാവുന്നവന് വെള്ളം കൊടുക്കാൻ അവൻ സ്വമേധയാ ഓട്ടോമാറ്റിക്കലായി തയ്യാറാവുന്നു. വിശന്ന് തൻ്റെ മുമ്പിൽ വന്ന് ഭക്ഷണം ആവശ്യപ്പെടുന്നവന്, അല്ലെങ്കിൽ സമൂഹത്തിൽ വിശപ്പനുഭവിക്കുന്നവൻ്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞറിയിക്കാതെ സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ ഈ നോമ്പ് ആ മനുഷ്യനെ പഠിപ്പിക്കുന്നു. ഇതാണ് വിശുദ്ധ റമളാനിൻ്റെ ഒരു ലക്ഷ്യം. ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ആ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ മനുഷ്യൻ തയ്യാറാവുന്നു. അതുകൊണ്ട് സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിക്കുന്ന
സൃഷ്ടിയായ മനുഷ്യൻ, ഏക സാമൂഹ്യ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ മനുഷ്യനാണ്. മനുഷ്യൻ സ്വന്തമായി മനുഷ്യന് ഒരു വ്യക്തിക്കും ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. അവൻ സാമൂഹ്യപരമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. അത് കമ്പൽസറിയായി തന്നെ മനുഷ്യൻ സാമൂഹ്യ ജീവിയായി മാറുകയാണ്. അതുകൊണ്ട് അവൻ സമൂഹത്തിൽ ഇടപെടുമ്പോൾ, സമൂഹത്തിൽ കൂട്ടമായി ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിശുദ്ധ റമളാൻ അവനെ പഠിപ്പിക്കുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തിലൂടെ അവൻ അത് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്രതകാലം വരുമ്പോൾ, റമളാൻ വരുമ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക്, റിലീഫ് പ്രവർത്തനങ്ങളിലേക്ക്, സ്വാന്തന പ്രവർത്തനങ്ങളിലേക്ക് ഈ സമൂഹം ഒന്നിച്ച് മുന്നിട്ടിറങ്ങാറുണ്ട്. അതിനുവേണ്ടി അവൻ്റെ സാമ്പത്തിക സൗകര്യമനുസരിച്ച് അവൻ ഫണ്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. മനുഷ്യർക്ക് ഏറ്റവും ഉപയോഗം ചെയ്യുന്ന മനുഷ്യരെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നവനെന്നാണ്. മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത്. അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആദരിക്കുക, അള്ളാഹുവിൻ്റെ അടിമകളെ ബഹുമാനിക്കുക, അവിടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെ സഹായിക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് കണ്ണുനീരുകൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പള്ളിയിൽ സദാസമയത്തും അള്ളാഹുവിന് വേണ്ടി ഭജനമിരിക്കുന്ന, ഇഅ്തികാഫിരിക്കുന്ന, അള്ളാഹുവിൻ്റെ പവിത്രമായ ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട സ്ഥലം അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ ഭജനമിരിക്കുന്ന, ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ പുണ്യം ലഭിക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടി സമൂഹത്തിലിറങ്ങി, റോഡിലിറങ്ങി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് അത് വ്യക്തമായി പറയുന്നുണ്ട്. എൻ്റെ ഈ മദീന പള്ളിയിൽ 2 മാസം നിങ്ങൾ ഒന്നിച്ച് ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് നിങ്ങളുടെ സഹോദരൻ്റെ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്നത് എന്നും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും വളരെയധികം മാതൃകാപരമായ ജീവിതം നയിക്കാനും ഈ വിശുദ്ധ റമളാൻ നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്, നമ്മെ നിർദ്ദേശിക്കുന്നുണ്ട്, നമ്മെ പ്രയോഗതലത്തിൽ, പ്രാവർത്തിക തലത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അതേപോലെ ത്യാഗപൂർണമായ ജീവിതം നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കണം. ഇതും ഒരു വലിയ സന്ദേശമാണ്. ഈ 2ാമത്തെ പത്തിൽ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബദർ സന്ദേശം. ബദർ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആധുനിക ലോകത്ത് ഇസ്ലാമിനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ഒരു യുദ്ധപ്രേമിയാണ്, അല്ലെങ്കിൽ യുദ്ധപ്രേമമാണ് ഇസ്ലാമിൻ്റെ ബേസിക്കലായ കാര്യമെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ സമൂഹത്തിലുണ്ട്. ഒരിക്കലും ഇസ്ലാമിൻ്റെ ബേസ് യുദ്ധമല്ല, സമാധാനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ തിരിഞ്ഞിരിക്കുമ്പോൾ അവൻ പറയുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം അല്ലാഹുമ്മ അന്തസ്സലാം. അല്ലാഹുവേ, നീയാണ് രക്ഷ, നീയാണ് സമാധാനം. വമിങ്കസ്സലാം വഇലൈക യർജിഉസ്സലാം, സലാം സമാധാനം. ഒരു മുസ്ലിം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും, അഥവാ മോർണിംഗിലും നൂണിലും ഈവനിങ്ങിലും അവൻ ഏതൊരു വിശ്വാസിയെ കണ്ടാലും സംബോധന ചെയ്യുന്ന, എക്കാലത്തും ഉള്ള ഒരു സംബോധനയുണ്ട്. അത് ദുഃഖമാർന്ന അന്തരീക്ഷത്തിൽ വരുന്ന ഒരു മനുഷ്യനാണെങ്കിലും ശരി, സന്തോഷാധിക്യത്താൽ മതിമറക്കുന്ന ഒരാളോടാണെങ്കിലും ഒരേപോലെ സംവേദനം ചെയ്യാൻ പറ്റുന്ന, സംബോധന നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ വിശ്വാസിയുടെ ഇടയിലുള്ള ബന്ധങ്ങളെ, പിണങ്ങി നിൽക്കുന്നവർ പരസ്പരം ഇണങ്ങുമ്പോൾ, പരസ്പരം അവരുടെ പിണക്കം തീരുമ്പോൾ പ്രയോഗിക്കുന്ന ഏറ്റവും മഹിതമായ ഒരു വാക്കുകൂടിയായ
അസ്സലാമു അലൈക്കും എന്ന ആ മഹത്തായ വചനം, അതും രക്ഷയുടെ സമാധാനത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് സമാധാനമാണ്. പിന്നെ മറുചോദ്യമുണ്ടാവും, എന്തുകൊണ്ട് ബദർ യുദ്ധമുണ്ടായി? യഥാർത്ഥത്തിൽ അത് ബദർ യുദ്ധത്തെ പറ്റിയുള്ള അജ്ഞത കൊണ്ടാണ് ബദർ യുദ്ധത്തെ വക്രീകരിക്കുന്നത് എന്നാണ് ഈ സമയത്ത് ഈ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു യുദ്ധക്കോപ്പ് കൂട്ടി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളെ നേരിടാൻ അനുയായികളെയും ചേർത്ത് പോയതല്ല. കാരണം അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് 1000-ഓളം വരുന്ന ശത്രുക്കളെ ഒരിക്കലും പ്രവാചകൻ 313 അതിൻ്റെ 1/3 പോലും വരാത്ത അനുയായികളെ ചേർത്ത് പിടിച്ച് 1000-ഓളം വരുന്ന ശത്രുവിൻ്റെ മുമ്പിലേക്ക് ഒരു നേതാവ് ഇട്ടുകൊടുക്കുകയില്ല. ശത്രുവിൻ്റെ കയ്യിൽ 1000 ഒട്ടകവും 200 കുതിരയും ഉണ്ടാകുമ്പോൾ കേവലം 5 കുതിരയുമായി ഒരിക്കലും ഒരു ശത്രുവിനെ നേരിടാൻ ഒരു ബുദ്ധിമതിയായ നേതാവ് അനുയായികളെ പ്രേരിപ്പിക്കുകയില്ല. പിന്നെയോ അള്ളാഹുവാണ് ഈ ലോകത്ത് ആരാധിക്കപ്പെടേണ്ടവൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെയും അവിടുത്തെ അനുയായികളെയും പടിയടച്ച് പിണ്ടം വെച്ച് ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളുടെ ഈത്തപ്പഴവും തോട്ടവും അതുപോലെയുള്ള കൃഷിയും ഫലങ്ങളും വിഭവങ്ങളും അതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിൽ വന്ന് പട്ടിണി കിടക്കുമ്പോൾ ആ മക്കയിൽ ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പിതാക്കൾ മുഖേന ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ സ്വത്തുക്കളും ശത്രുക്കൾ കൈകാര്യം ചെയ്ത് അവർ വിളവെടുപ്പ് നടത്തി അത് വിദേശങ്ങളിൽ കൊണ്ടുപോയി വിനിമയം നടത്തുമ്പോൾ അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, നമ്മുടെ സ്വത്താണ്. ആ സ്വത്തിനെ, സമ്പത്തിനെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ ആലോചിച്ചുകൂടെ നബിയെ? നമ്മുടെ ഈ പട്ടിണിക്കൊരു പരിഹാരം നമുക്ക് നടത്തിക്കൂടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും ആലോചന നടത്തിയതിൻ്റെ പേരിൽ അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് ഷാമിലേക്ക് വലിയ യാത്രാസംഘം പോയിട്ടുണ്ട്. നമ്മുടെ വിഭവങ്ങൾ വിളവെടുപ്പ് നടത്തിയാണ് അബൂ സുഫിയാൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് അബൂ സുഫിയാൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വിളവെടുപ്പിൻ്റെ വില നമുക്ക് തിരിച്ചു പിടിക്കാമല്ലോ. അബൂ സുഫിയാനെ നമുക്കൊന്ന് കാണാം, അദ്ദേഹത്തിൽ നിന്ന് വില നമുക്ക് പിടിക്കാം, നമ്മുടെ സ്വത്താണത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കേവലം ഒരു പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചു എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ്. അല്ലാതെ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരു വലിയ യുദ്ധസന്നാഹം നടത്തി ഇവിടെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യണം എന്ന ഒരു ദുർവ്യാമോഹത്തോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും പോയതല്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അബൂ സുഫിയാൻ ചാണക്യനായിരുന്നു, അതിബുദ്ധിമതിയായിരുന്നു. അയാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനെ തിരിച്ചറിയുകയും അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിൻ്റെ കാഷ്ടം മദീനയിലെ ആ കാഷ്ടമെടുത്ത് പൊടിച്ച് പരിശോധിച്ചത് മദീനയിൽ വിളയുന്ന ഈത്തപ്പഴം കഴിക്കുന്ന ഒട്ടകത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ മാത്രം ബുദ്ധിയുള്ള അബൂ സുഫിയാൻ അയാൾ യാത്രയുടെ ഗതി മാറ്റുകയും മരുപ്രദേശത്തിലൂടെയുള്ള യാത്രയുടെ ഗതി മാറ്റുകയും അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും മക്കാ ഖുറൈശികളെ നേരിടാൻ വരുന്നുണ്ട് എന്ന ഒരു കുപ്രചരണം അല്ലെങ്കിൽ ഒരു കളവ്, ഒരു കള്ളപ്രചരണം മക്കയിലിരിക്കുന്ന അബൂജഹലിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെ മക്കയിലിട്ട് ആവോളം ഉപദ്രവിച്ച ചീഞ്ഞ കുടൽമാല വരെ തലയിലെടുത്തിട്ട പ്രഹരമേൽപ്പിച്ചുകൊണ്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച അബൂജഹലിൻ്റെയും ശത്രുവിൻ്റെയും അടുക്കലേക്ക് കള്ള വാർത്ത അറിയിച്ചുകൊണ്ട് അബൂ സുഫിയാൻ എടുത്ത മുതലെടുപ്പാണ് അവസാനം ഒരു യുദ്ധത്തിൽ കലാശിച്ചത്. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും യുദ്ധക്കോപ്പുകളുമായി ബദറിൽ പോയി ശത്രുവിനെ നേരിട്ടതല്ല. അബൂ സുഫിയാനെ പിടിച്ച് ഞങ്ങളുടെ സ്വത്തുക്കൾ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അബൂ സുഫിയാൻ വഴിമാറി പോവുകയും മക്കയിൽ ഇരിക്കുന്ന അബൂജഹലിൻ്റെ അടുക്കലേക്ക് അബൂ സുഫിയാൻ കള്ളപ്രചരണം നടത്തി ആളെ വിടുകയും ചെയ്തതിൻ്റെ പരിണിതിയാണ് അവർ മക്കയിൽ നിന്ന് അബൂജഹലും സംഘവും വരികയും അള്ളാഹുവിൻ്റെ റസൂൽ അബൂ സുഫിയാനെ നിന്ന് സമ്പത്ത് പിടിക്കാൻ വേണ്ടി പോവുകയും ചെയ്തപ്പോൾ അത് ബദർ ഭൂമിയിൽ സംഗമിക്കുകയും അബൂ സുഫിയാൻ നേരിട്ടപ്പോൾ നിർവാഹമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ നേരിടുകയും ചെയ്തു. അതിന് ഏറ്റവും വലിയ തെളിവാണ്, അതൊരു യുദ്ധമല്ലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വളരെ നിസ്സാരക്കാരായ ബലഹീനരായ സ്വഹാബത്ത്
അഥവാ 313 ആളുകൾ, 1000-ഓളം ആളുകൾ ശത്രുക്കളിൽ ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1, 2, 3 തവണ സ്വഹാബത്തുമായി കൂടിയാലോചന നടത്തി നമ്മൾ എന്ത് ചെയ്യണം. അവസാനം ശത്രുക്കൾ മുന്നിട്ട് വരികയാണെന്ന് കണ്ടപ്പോൾ സ്വഹാബത്ത് മനോധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് ആ ശത്രുവിനെ നേരിടാം. അങ്ങനെ സാഹചര്യം അങ്ങനെ ആയി വന്നതാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ബദ്ർ യുദ്ധത്തിന് വേണ്ടി അള്ളാഹു റസൂൽ കോപ്പ് കൂട്ടി പോയതല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാം യുദ്ധത്തിൻ്റെ മതമല്ല, അല്ലെങ്കിൽ കൊലപാതകങ്ങളുടെ പേരിലല്ല ഇസ്ലാം ഉണ്ടായത്. കാരണം ഇസ്ലാമിൻ്റെ കയ്യിൽ, അള്ളാഹു റസൂലിൻ്റെ കയ്യിൽ വിശുദ്ധമായ മക്ക, കഅബാഗേഹമൊക്കെ വരുമ്പോൾ, അത് ഫത്തഹിൻ്റെ അന്ന് വന്നപ്പോൾ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ആ മക്കം ഫത്തഹിൻ്റെ അന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അന്ന് ഏറ്റവും വൈരാഗ്യമുള്ള ശത്രുക്കളെ പിടിച്ച് ഏത് ശിക്ഷ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു റസൂൽ അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ഇന്ന് വൈരാഗ്യങ്ങളില്ല. സ്വന്തം വീട്ടിൽ അഭയം തേടിയവർ, അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർ എല്ലാം സുരക്ഷിതരാണ്. ഒരാളോടും ഇന്ന് വൈരാഗ്യം തീർക്കാൻ ഉള്ള സമയമല്ല, എല്ലാവർക്കും നിർഭയത്വം നൽകുന്നു എന്ന് മക്കം ഫത്തഹിൻ്റെ അന്ന് അള്ളാഹു റസൂൽ നടത്തിയ വിളംബരം, അത് വിളംബരം ചെയ്യാൻ വേണ്ടി സ്വഹാബത്തിനെ നാനാദിക്കിലേക്കും പറഞ്ഞേക്കുകയാണ് ഈ മുദ്രാവാക്യവുമായി. പകരം തീർക്കാൻ ഉഹദിലെയും അതുപോലെ ബദറിലെയും ഖന്തക്കിലെയും ഒക്കെ പകരം തീർക്കാൻ അള്ളാഹു റസൂലിന് മക്കം ഫത്ഹ് എന്നൊരൊറ്റ ദിവസം മതിയായിരുന്നു. പക്ഷേ അവിടെ ശത്രുവിനെ കൊല്ലാൻ അള്ളാഹു റസൂല് വെമ്പൽ കാണിച്ചില്ല. എല്ലാവർക്കും പൊതുവായി മാപ്പ് കൊടുക്കുകയും സമാധാനത്തിൻ്റെ ദൂതുമായി, കാരുണ്യത്തിൻ്റെ വർഷമായി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദൗത്യങ്ങളാണ് നിർവഹിച്ചു പോകുന്നത്. ഏതായാലും ഈ വിശുദ്ധമായ റമളാനിൻ്റെ 17 അന്നാണ് ആ ബദർ രണാങ്കണം ദൗർഭാഗ്യകരമായി സംഭവിച്ചതാണെങ്കിലും അങ്ങനെ വന്നു പോകുന്നത്. ആ ബദർ സ്മരണ നൽകുന്നത് ത്യാഗത്തിൻ്റെ മനോഭാവമാണ്. എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ വിസമ്മതിക്കുന്നവരോട് മാനസികമായ ഹിമ്മത്ത്, മനക്കരുത്ത് വീണ്ടെടുത്തുകൊണ്ട് നാം നമ്മുടെ ആത്മധൈര്യം വീണ്ടെടുക്കുകയും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും നാം നിൽക്കുന്ന ആദർശത്തെ മുറുകെ ഉയർത്തിപ്പിടിക്കുകയും വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സർവ്വസഹായങ്ങളും സൃഷ്ടാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ രക്ഷയും നമുക്ക് നൽകുമെന്നൊരു മഹത്തായ സന്ദേശമാണ് ബദർ യുദ്ധം, അല്ലെങ്കിൽ ബദർ രണാങ്കണം, ബദർ സമരം നമുക്ക് നൽകുന്നത്. ഇത് മാത്രമാണ് ബദറിൽ ഉള്ളത്. അല്ലാതെ ബദർ എന്നത് ഒരു യുദ്ധ വ്യാമോഹത്തിൻ്റെ പേരിൽ, കൊല നടത്താനുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിൽ ഉണ്ടായതല്ല. ഇതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് നാം ഈ വിശുദ്ധമായ മാസത്തിലെ ബദറിൻ്റെ സന്ദേശം, ത്യാഗത്തിൻ്റെ സന്ദേശം, ആത്മവിശ്വാസത്തിൻ്റെ സന്ദേശം, അത് വിജയം സമ്മാനിക്കുമെന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസവും അനുഭവമാണ് ബദർ നൽകുന്നത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഈ നോമ്പിനെ ഇതുവരെ നമുക്ക് അനുഷ്ഠിക്കാനും, നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സമ്പൂർണ്ണമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും പരമാവധി നാം ശ്രമിച്ചിട്ടുണ്ട്. നിസ്കരിക്കാനും തറാവീഹിലൊക്കെ പങ്കെടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആത്മവിശ്വാസങ്ങൾ ഈ വിശുദ്ധമായ റമളാൻ കൊണ്ട് ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി ദൃഢപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ഈ കാരുണ്യത്തിൻ്റെ 10 നമ്മോട് വിട പറയുന്നതിന് മുമ്പ് എല്ലാവിധ കാരുണ്യങ്ങളും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യസന്താനങ്ങളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നാമുമായി ഒരു പുഞ്ചിരി പോലും പങ്കിട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.